സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടികളിൽ അഴിച്ചുപണിയുമായി മോട്ടോർ വാഹന വകുപ്പ്. ചെക്ക് പോസ്റ്റുകളിലെ അഴിമതി ചെറുക്കാനാണ് നീക്കം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാകും ചെക്ക് പോസ്റ്റുകളിലെ പ്രവർത്തന സമയം. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, എല്ലാ കാലത്തും ഒരു വെള്ളാന എന്നുള്ള നിലയിലാണ് ചെക്ക് പോസ്റ്റുകളെ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ അവിടെ അഴിമതി രഹിതമാക്കുന്നു, അവിടെ ക്യാമറകൾ സ്ഥാപിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുതിയ പരിഷ്കാരങ്ങൾ വരുന്നു. എന്നിട്ടും ചെക്ക് പോസ്റ്റുകളിലെ അഴിമതി അവസാനിക്കുന്നില്ല. ഇത് വീണ്ടും കുറയ്ക്കാൻ ഇപ്പോൾ അവിടുത്തെ പ്രവർത്തന സമയങ്ങളിലൊക്കെ മാറ്റം വരുത്തുകയാണോ ഇപ്പോൾ ചെയ്യുന്നത്? കൂടുതൽ വിവരങ്ങൾ. വിനോദ, അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ വ്യാപകമായ അഴിമതി, കൈക്കൂലി എന്നിവ സംബന്ധിച്ച നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഒരു ദിവസം തന്നെ പല ചെക്ക് പോസ്റ്റുകളിലും പരിശോധന നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ പണം പിടികൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഏതാണ്ട് 20ഓളം ചെക്ക് പോസ്റ്റുകളാണ് അതിർത്തികളിലുള്ളത്. ഈ ചെക്ക് പോസ്റ്റുകളിലെല്ലാം ഈ രീതിയിൽ വലിയ രീതിയിലുള്ള അഴിമതിയും നികുതി വെട്ടിപ്പും ഒക്കെ വ്യാപകമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ കർശനമായ നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടന്നിരിക്കുന്നത്. ഈ ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തന സമയത്തിലടക്കം വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ ഡ്യൂട്ടി ദിനങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുന്നു. അങ്ങനെ വലിയ ഒരു മാറ്റം തന്നെയാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ പറയേണ്ടി വരുന്നു. എന്തായാലും ഈ 20 ചെക്ക് പോസ്റ്റുകൾക്കും ഈ പുതുക്കിയ മാനദണ്ഡം ബാധകമായിരിക്കുമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ പുതിയ ചട്ടങ്ങളിലേക്ക്, പുതിയ തീരുമാനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. അതായത് നിലവിൽ ചെക്ക് പോസ്റ്റിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും അവിടെ നിന്ന് മാറ്റി, അവർ നിലവിലുള്ള ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് മാറ്റി മറ്റിടങ്ങളിലേക്ക് നിയമിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള ചുമതല അത് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിജപ്പെടുത്തിയിരിക്കുന്നു. ഒരു ചെക്ക് പോസ്റ്റിൽ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, ഓഫീസ് അസിസ്റ്റന്റ് എന്നിവർ മാത്രമായിരിക്കും ഇനി മുതൽ ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ഇവർക്ക് 15 ദിവസം മാത്രമായിരിക്കും ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടി നൽകുക. അങ്ങനെ ഉദ്യോഗസ്ഥർ സ്ഥിരമായി ഒരു ചെക്ക് പോസ്റ്റിൽ തുടരുന്നത് തടയുന്നതെന്നതോടുകൂടി അഴിമതി ഒരു വ്യാപകമാകുന്നത് തടയാൻ കഴിയുമെന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നതെന്ന് കരുതേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇനി മുതൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ മാത്രമേ ഈ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുകയുള്ളൂ. നികുതി വെട്ടിക്കുന്ന വാഹനങ്ങൾ പിടികൂടുന്നതിനും പ്രത്യേക നിർദ്ദേശങ്ങൾ ഈ ഉത്തരവിലുണ്ട്. അതോടൊപ്പം തന്നെ RTO എൻഫോഴ്സ്മെന്റിന്റെ നിരന്തര പരിശോധന ചെക്ക് പോസ്റ്റുകളിൽ ആവശ്യമെന്നും ഉത്തരവിൽ പറയുന്നു. നേരത്തെ തന്നെ ഈ വാളയാർ പോലെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന അഴിമതികളുടെയും കൈക്കൂലിയുടെയും ഒക്കെ കഥകൾ ജനം TV അടക്കമുള്ള മാധ്യമങ്ങൾ പലകുറി റിപ്പോർട്ട് ചെയ്തതാണ്. വിജിലൻസിൻ്റെയൊക്കെ പരിശോധനയിലൊക്കെ നിരവധി തവണ ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്നും പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വിജിലൻസിൻ്റെ പരിശോധന നടക്കുന്ന സമയത്ത് അത് ചെക്ക് പോസ്റ്റുകളിലേക്ക് ചോർത്തിക്കൊടുക്കുന്ന പ്രത്യേക സംവിധാനം പോലും ഈ കൈക്കൂലി എന്നതൊരു സ്വാഭാവികമായ നടപടിക്രമം എന്ന രീതിയിലേക്ക് പോലും മാറിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു അറുതി വരുത്തുക എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നിലനിൽപ്പുണ്ട്. അങ്ങനെ സംസ്ഥാന സർക്കാരും വകുപ്പിനുമെല്ലാം ഈ നടപടികൾ, ഈ ഉദ്യോഗസ്ഥരുടെ ചെയ്തികളൊക്കെ വലിയ നാണക്കേടായി മാറിയ സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ ഈ കർശന നിയന്ത്രണങ്ങളിലേക്കും വകുപ്പ് കടക്കുന്നത്. വിനോദ്. പ്രജിത്ത്, അപ്പോൾ ഈ പകൽ സമയത്ത് മാത്രമാണോ ഇനി ഡ്യൂട്ടി ഉണ്ടാവുക? രാത്രികാലത്ത് ചെക്ക് പോസ്റ്റുകളിൽ ഇനി ഡ്യൂട്ടിക്ക് ആളുണ്ടാവില്ല, അങ്ങനെ വേണോ ഈ പുതിയ സമയക്രമത്തെ പരിശോധിക്കുമ്പോൾ കാണാൻ? പ്രജിത്ത്. പ്രാഥമികമായി അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ എന്നുള്ളതാണ് ഡ്യൂട്ടി ടൈമായി നിജപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞുള്ളൊരു സമയത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം ഇതിൽ നൽകിയിട്ടില്ല. എന്തായാലും ഈ പുതിയ ഉത്തരവ് പ്രകാരം കൃത്യമായി ഇങ്ങനെ ഡ്യൂട്ടി ടൈം നിഷ്കർഷിച്ച് നൽകിയിരിക്കുന്നു. മറ്റ് സമയങ്ങളിലെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഈ വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്യാമറകളുടെയൊക്കെ പ്രവർത്തനം കൂടുതൽ, AI ക്യാമറകളുടെയൊക്കെ ഉപയോഗം കൂടുതൽ സജീവമാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പതുക്കെ ഈ ചെക്ക് പോസ്റ്റുകളുടെ തന്നെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തലാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കടന്നു വരുന്ന ചെക്ക് പോസ്റ്റുകൾ വഴി വരുന്ന വാഹനങ്ങളെ അത് AI ക്യാമറകളുടെ അടക്കമുള്ള നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തി അവയിൽ നിന്ന് ഈ രീതിയിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതായിരിക്കും മോട്ടോർ വാഹന വകുപ്പ് തുടർന്ന് ലക്ഷ്യമിടുന്നത്. പകൽ സമയങ്ങളിൽ കൂടുതൽ വാഹനങ്ങൾ വരുന്ന സമയത്ത് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പരിശോധന നടത്തുക, മറ്റ് സമയങ്ങളിൽ കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകളിലേക്ക് പോകുക എന്നതടക്കമുള്ള നടപടികളിലേക്ക് ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കടക്കാൻ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ ചെക്ക് പോസ്റ്റുകൾ തന്നെ കാലഹരണപ്പെട്ടതാണ് എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് വിനോദ്. കാരണം GST ഒക്കെ പൂർണ്ണമായും നടപ്പിലാക്കിയ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ ചെക്ക് പോസ്റ്റുകളുടെ ആവശ്യം തന്നെ പലപ്പോഴും ഇല്ല എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ഈ ചെക്ക് പോസ്റ്റുകൾ നിലനിൽക്കുന്നതിന് കാരണം നേരത്തെ 2016 ഇറക്കിയ ഒരു ഉത്തരവാണ്. ഈ ചില സേവനങ്ങൾ അതിപ്പോഴും ചെക്ക് പോസ്റ്റുകളിലൂടെ തന്നെ മതി എന്നുള്ളത്. പിന്നീട് സർക്കാർ അതിൽ ഒരു തിരുത്തൽ നടപടികളിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തുമെന്നുള്ളതായിരുന്നു നേരത്തെ വകുപ്പിൽ നിന്നും ഉണ്ടായിരുന്ന അറിവ്. ഇപ്പോൾ അതിൽ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന്
ഘട്ടം ഘട്ടമായി ഇതിൻ്റെ പ്രവർത്തനത്തിൽ അതിൻ്റെ ഒരു തോത് കുറച്ചുകൊണ്ടുവരാനായിരിക്കാം മോട്ടോർ വാഹന വകുപ്പ് ഈ പുതിയ നടപടിക്രമങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വിനോദ്, അത് അങ്ങനെ തന്നെ ആവാം. ചെക്ക് പോസ്റ്റുകളിലെ അഴിമതി പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി അതിൻ്റെ പ്രവർത്തന സമയത്തിലടക്കം മാറ്റം വരുത്താൻ ആലോചിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതിന്മേലുള്ള പുതിയ സമയക്രമങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും പ്രജിത് മോഹനൻ.